എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉണക്കസ്രാവ് എങ്ങനെ വറുത്ത് പൊടിക്കാം എന്നൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 250 ഗ്രാം ഉണക്കസ്രാവാണ് എടുത്തത്. അത് ചെറിയ ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ട് അരമണിക്കൂർ വെച്ചതിന് ശേഷം അതിൻ്റെ പുറംതൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഉപ്പ് ഒരുപാട് ഉണ്ടായാൽ പിന്നെ നമുക്കൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് കളയാൻ വേണ്ടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിനിടയിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഉണക്കസ്രാവ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ചെറുതായി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നല്ല കളറുള്ളത് കാണാനും ഭംഗിയായിരിക്കും. അപ്പോൾ ചുവന്ന മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയും ചുവന്ന മുളക് പൊടിയെല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു 10 മിനിറ്റ് ശേഷം ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുവരെ നമ്മൾക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഉണക്കമീൻ അരവെല്ലാം പിടിപ്പിച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാൻ ഇതുപോലൊരു പാത്രം എടുത്ത് ഞാൻ നന്നായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് അരവ് പിടിപ്പിച്ച് വെച്ച ഉണക്കമീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കരിയാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കുറച്ച് ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമുക്കിത് പൊടിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഉണക്കമീൻ ആദ്യത്തെ ബാച്ച് ഇട്ട് കൊടുത്തത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ 10-15 വെളുത്തുള്ളി അല്ലി ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി അല്ലി നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഉണക്കമീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഉണക്കമീൻ്റെ കൂടെ കറിവേപ്പില കൂടി ഒന്ന് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഉണക്കമീൻ ഇതുപോലെ തരിപ്പായി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ പിന്നെ വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകും അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ എല്ലാം കൂടെ നല്ല വൃത്തിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ എല്ലാം ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഇതിലത്തെ ആ ജലാംശം നിന്ന് നമുക്ക് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ തേങ്ങയിലെ ജലാംശമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടിച്ച് വെച്ച ഉണക്കമീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നല്ല വൃത്തിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉണക്കമീൻ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ഉണക്കമീൻ പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.